ഹായ് അസ്സലാമു അലൈക്കും. എനിക്ക് കുറച്ചൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളൊന്ന് കേട്ടിട്ട് പോവണം. ആരും വീഡിയോ തട്ടി മാറ്റി പോവല്ലേ. അപ്പോൾ ഞങ്ങളെ വീട് വരുന്നത് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങളെ വീട് വരുന്നത് മലപ്പുറം ജില്ലയിൽ വൈക്കടവ് പഞ്ചായത്തിൽ 1-ാം വാർഡിലാണ് ഞങ്ങളെ വീട്, തണ്ണിക്കടവിൽ. അപ്പോൾ നമ്മളെ റോഡിൻ്റെ അവസ്ഥ അത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി കണ്ടാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിരിക്കുന്നത്. 1-ാം വാർഡിലത്തെ മെമ്പർ നമ്മളെ തണ്ണിക്കടവിൽ തന്നെയുള്ള ആൾ തന്നെയാണ്. പക്ഷേ നമുക്ക് എന്തുകൊണ്ടെന്നറിയില്ല, നമ്മളെ റോഡും കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല ഇതുവരെയായിട്ടും. ഈ കൂടുതൽ നമുക്ക് റോഡിന് ആവശ്യം വരുന്നത് നമ്മൾ ഈ മഴക്കാലം ആകുമ്പോൾ കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞേക്കാൻ, അതേപോലെ ഗർഭിണികൾ, രോഗികൾ, കണ്ണ് കാണാത്തവർ, പല അസുഖങ്ങളില്ലോർ, ഓർക്കൊക്കെ പോവാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമുക്ക് കൂടുതൽ നമ്മൾ റോഡിനെ ആശ്രയിക്കുന്നത്. വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് റോഡൊക്കെ ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് അധികം ആവശ്യം നമുക്ക് തോന്നൂല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മളെ റോഡിനെ കുറിച്ചുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമുക്ക് എങ്ങനെയെങ്കിലും ഇതിനൊരു സഹായം വേണം. ഈ റോഡ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ശരിയായി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പല പണിക്കാരും ആൾക്കാരും ഒക്കെ വരലുണ്ട്. വണ്ടി കൊണ്ട്, പല ലോഡ് വണ്ടി കൊണ്ട്, അങ്ങനെയുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ വരലുണ്ട്. ഓരൊക്കെ ഓരോ കാര്യം കഴിഞ്ഞങ്ങാണ്ട് പോവുക, അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് റോഡിന് പറഞ്ഞങ്ങാണ്ട് ആരും ഒരു സഹായവും കാര്യങ്ങളും ഒന്നും ചെയ്ത് തരലില്ല. ഇനി പറഞ്ഞാൽ തന്നെ മെമ്പർമാരല്ലേ ശരിയാക്കേണ്ടത്, അല്ലെങ്കിൽ പഞ്ചായത്തല്ലേ ശരിയാക്കേണ്ടത്, അങ്ങനെയാണ് ഓരോ വർത്താനം. അതുകൊണ്ട് ഇത് ഈ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ട് എന്തെങ്കിലും ഒരു സഹായം കിട്ടണം. അപ്പോൾ കൂടുതലായിട്ടും പറയാനുള്ളത്, നമ്മളെ റോഡ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ശരിയാക്കി തരിക, അത്ര മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ സ്വന്തം ആങ്ങളെയാണ്, ഓനക്ക് 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ആളാണ്. നമ്മളെ വീടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും ഇങ്ങോട്ട് കയറി വരാനുള്ളതാണ്. പക്ഷേ അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് വണ്ടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ഊകാലത്തിൻ്റെ അവിടേക്ക് പറഞ്ഞ് കുറച്ച് നടന്ന് പോകണം. ആ വഴിയൊക്കെ ഞങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ്, അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഓന് സ്കൂൾക്ക് പോണ ഒരാളാണ് ഓന്. അപ്പോൾ രാവിലെ പോണതും വരുന്നതും ഒക്കെ നമ്മുടെ ഈ ചളി പിടിച്ച ഇത്രയും ഇടങ്ങേറ് എന്ന് പറഞ്ഞാൽ പോരാ, ഇടങ്ങേറ് പിടിച്ച ഈ റോട്ടിൽ കൂടെയാണ് ഓൻ്റെ പോക്കും വരവും. ഒപ്പം ഒരാളോ ഒരു സഹായവും ഇല്ലാതെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ പാലത്തിൻ്റെ ധാറിങ് കഴിഞ്ഞ റോഡിൻ്റെ അവിടേക്ക് വരെ പോകണമെന്നുണ്ടെങ്കിൽ ഒരാളെ സഹായവും ഇല്ലാതെ പോകാൻ കഴിയൂല. ആദ്യം നമുക്ക് വേനൽക്കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം റോഡൊക്കെ ഉണങ്ങി അങ്ങനെ നിൽക്കുന്ന സമയക്കാരം. ഇപ്പം മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഴ പെയ്തുങ്ങാണ്ടുള്ള വെള്ളവും ചളിയും അതിൻ്റെ കൂടെ വണ്ടികൾ പോയിട്ട് ഒരു കോറി വേസ്റ്റ് ഇട്ട് തരാനായിട്ട് ഞങ്ങൾക്ക് ഇട്ട് തന്നിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിലെ കണ്ണും കജ്ജും കാലും ഇല്ലാത്ത കുട്ടികളാണ് ഞങ്ങളുടെ ഏരിയയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സഹകരിച്ച് ഞങ്ങൾ റോഡൊക്കെ ഒന്ന് ലെവലാക്കി തരുന്നു. മാത്രമേ ഉള്ളൂ നമുക്ക് പറയാം. ഞാനെന്തിനും എൻ്റെ കുട്ടീനെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയും. ഇതാണ് ഞങ്ങളെ റോഡിൻ്റെ രഥാവാണിത്. ഇതിനാണ് ഞങ്ങൾക്ക് ഞങ്ങളെ റോഡ് നന്നാക്കൽ നിർബന്ധമാണ്. കാരണം ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം നമ്മളെ പഞ്ചായത്ത് എടുത്ത് തരുന്നതിനെ വേണ്ടി വരും കേട്ടോ. അതിനാണ് ഈ പറയുന്നത്. ഞങ്ങൾ ഇതിലെ വണ്ടി വാഹനം വരണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. ആ ചളിക്കൊണ്ടെടുക്കണം, ഇത് ചളിക്കൊണ്ട് തന്നെയല്ലേ. അപ്പൊ ഇത് ഈ തട്ടിച്ച ആൾക്കാരാരാണാവോ? ഞങ്ങളെ റോഡിന്റെ രഥാവാണിത് കേട്ടോ. ഞങ്ങളെ റോഡിന്റെ ചളിക്കൊണ്ടും കണ്ണും കച്ചും കാലും ഇല്ലാത്ത കുട്ടികളും ഇവിടെ ഇറക്കാൻ കഴിയാത്തൊരു ഒറ്റ കാരനാണ് ഇപ്പൊ കൊണ്ടുവരാൻ. ഇനിയെങ്കിലും വജ്ജൊന്നും ശരിയല്ല. ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് ഇപ്പൊ വരുവേ, അപ്പൊ കുറച്ച് കോറി വേസ്റ്റ് ഇടുവര് ഉണ്ടോ. ഇതാണ് നിങ്ങളെ വഴി. കണ്ണും കജ്ജും കാലും ഇല്ലാത്ത കുട്ടികളെയാണ് ഇതിൽ കൊണ്ടുവരാനുള്ളത്. ആടങ്ങാറ് ആർക്കും ഇവിടെ അറിയുന്നില്ല. അതുകൊണ്ട് എല്ലാവരും സഹകരിച്ചാണ്ട് ഞങ്ങൾക്ക് ഇവിടെ റോഡൊന്നാട് എന്തെങ്കിലും കാണിച്ച് ഞങ്ങൾക്ക് ഇത്ര സ്ഥലം നന്നാക്കി തരണം. ഇത്ര സ്ഥലമുള്ളൂ. ഇതാകണ്ടോ വരുന്ന വയസ്സായ ആൾക്കാർ.